മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലുമൊക്കെയായി സാന്നിധ്യം അറിയിച്ചവരാണ് ജീവയും അപർണയും. ക്യാബിൻ ക്രൂ ജോലി നിർത്തി അടുത്തിടെയായിരുന്നു അപർണ നാട്ടിൽ തിരിച്ചെത്തിയത്. യൂട്യൂബ് ചാനലിലും കണ്ടന്റ് ക്രിയേഷനുമൊക്കെ സജീവമാണ് അപർണ. ജീവയോടൊപ്പം ഒന്നിച്ചതിന് ശേഷം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുകയാണ് അപർണ. ജീവിതത്തിലെ ചില ആദ്യ നിമിഷങ്ങൾ, കല്യാണത്തിന് മുൻപുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. കല്യാണം കഴിഞ്ഞ് ആദ്യം ചെയ്ത കാര്യങ്ങളൊന്നും മറക്കില്ല. എല്ലാത്തിനും കൃത്യമായി മറുപടി തരണമെന്നായിരുന്നു അപർണ ജീവയോട് പറഞ്ഞിരുന്നത്. സൂര്യ മ്യൂസിക്കിൽ വെച്ചാണ് ആദ്യം കാണുന്നത്. ഞാൻ നടന്നു പോകുമ്പോൾ ആരാണ് ഷോ ചെയ്യുന്നതെന്ന് അറിയാനായി നോക്കിയതായിരുന്നു. അപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയപ്പോൾ പുതിയൊരു കുട്ടി. അപ്പോൾ അപർണയെ നോക്കി ചിരിച്ചു. ലൈവ് കാണുകയല്ലേ എന്ന് ചോദിച്ചിരുന്നു. ലൈവ് നടക്കുന്നിടത്ത് ആരെയും പ്രവേശിപ്പിക്കാറില്ല. ജീവയെ ആദ്യം കണ്ടപ്പോൾ ഞാൻ സീറ്റിൽ നിന്നും എഴുന്നേറ്റിരുന്നു. ഞാൻ ജീവയുടെ ആങ്കറിംഗ് കാണാറുണ്ടായിരുന്നു. എനിക്കിഷ്ടമുള്ള വിജയികളിൽ ഒരാളാണ് ജീവ. ആ സമയത്ത് ഞാൻ ജീവയെ അവിടെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞാൻ എൻ്റെ ബഹുമാനം കാണിച്ചത്. ആദ്യത്തെ മീറ്റിങ്ങിൽ ഞാൻ കൃതാർത്ഥയാണെന്നും ജീവ പറഞ്ഞു. അവിടെ അടുത്തുള്ള ബേക്കറിയിൽ ജ്യൂസ് കുടിക്കാൻ പോകാറുണ്ടായിരുന്നു. അല്ലാതെ ഞങ്ങൾ കറങ്ങാനൊന്നും പോയിട്ടില്ല, സിനിമ കാണാനും പോയിട്ടില്ല. അതൊക്കെ കല്യാണത്തിന് ശേഷമാണ് പോയത്. കല്യാണത്തിന് ശേഷമാണ് ഞങ്ങൾ പ്രണയിച്ചു തുടങ്ങിയത്, ജീവിച്ച് തുടങ്ങിയത്. പരിചയപ്പെട്ട് 5-6 മാസമായപ്പോഴേക്കും ഞങ്ങൾ കല്യാണം കഴിച്ചു. അതിനുശേഷമാണ് എല്ലാം ആസ്വദിച്ചത്. കൂടെയുള്ള എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഞങ്ങൾ മാത്രമായിരുന്നു വണ്ടിയിൽ. എന്തൊക്കെയോ വർത്തമാനം പറയുന്നുണ്ടായിരുന്നു. അവരെല്ലാം കഴിക്കാൻ പോയെന്ന് തോന്നുന്നു. ആരും കാണൂലല്ലേ, വേണമെങ്കിൽ ഉമ്മയൊക്കെ തരാമെന്ന് പറഞ്ഞു. പേടിച്ചാണ് അന്ന് ഉമ്മ വെച്ചത്. മുകളിൽ ആൾക്കാരുണ്ടോ ക്യാമറയുണ്ടോ എന്നൊന്നും അറിയില്ലായിരുന്നു. ഫസ്റ്റ് കേസിന് മാത്രമായിരുന്നു കുറച്ച് നാണം എന്നായിരുന്നു ജീവയുടെ കമൻറ്റ്. ഭയങ്കരമായി ആഗ്രഹിച്ചാലും സമയം കിട്ടുമ്പോൾ പാളിപ്പോകും. മിക്കവാറും എല്ലാവർക്കും ഇതുപോലെയുള്ള അനുഭവം കാണുമായിരിക്കും. ഫെബ്രുവരിയിൽ കണ്ടുമുട്ടി ഓഗസ്റ്റിൽ വിവാഹിതരായവരാണ് ഞങ്ങൾ. ഓഫീസിനടുത്തുള്ള ഒരു ബേക്കറിയിൽ വെച്ചാണ് ജീവയുടെ മമ്മയെ കണ്ടത്. ഒരു വൈകുന്നേരമായിരുന്നു അത്. ടിവിയിലല്ലാതെയായി അന്നാണ് മമ്മ എന്നെ കണ്ടത്. അവിടെ അടുത്തുള്ള മറ്റൊരു ബേക്കറിയിൽ വെച്ചാണ് ഞാൻ അപർണയുടെ ഡാഡിയെയും മമ്മിയെയും കണ്ടത് എന്ന് ജീവ പറഞ്ഞു. എന്നെ കണ്ടപ്പോൾ തന്നെ അവർക്കിഷ്ടമായി. പെട്ടെന്ന് തന്നെ കല്യാണം തീരുമാനിച്ചു. ക്രിസ്മസ് സമയത്തായിരുന്നു ആദ്യത്തെ വഴക്ക്. ക്രിസ്മസ് സ്പെഷ്യൽ ലൈവ് കഴിഞ്ഞ് ഞാൻ അവളെ വിളിച്ചു. ക്രിസ്മസിന് എന്താണ് പരിപാടി എന്ന് ചോദിച്ചിരുന്നു. എല്ലാവരും കൂടാറുണ്ടോ, അങ്ങോട്ടേക്ക് പോകണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അതൊന്നും ഇല്ലായിരുന്നു എന്നായിരുന്നു മറുപടി. ഇല്ലെന്ന് പറഞ്ഞതോടെയാണ് ഒരു കൂട്ടുകാരനൊപ്പം ഞാൻ കൊല്ലത്തേക്ക് പോയാലോ എന്ന് ചോദിച്ചത്. അപ്പോഴാണ് മമ്മ വിളിച്ച്, നീ എന്താണ് അവളുടെ വീട്ടിലേക്ക് പോകാത്തത്, അവിടെ കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ ഉണ്ടല്ലോ എന്ന്. കൂട്ടുകാരനൊപ്പം പോകാൻ തിന്നതല്ലേ എന്നായിരുന്നു അപർണ ചോദിച്ചതെന്നും ജീവ പറഞ്ഞു.